ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ലോങ് വീഡിയോ ഇടുക. സോ അതിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഓണമല്ല, അപ്പോൾ നമുക്ക് ചെറിയൊരു പർച്ചേസൊക്കെ നടത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടനും ശ്രുതിയും കൂടിയൊക്കെ ആയിട്ട് പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലം നമ്മൾ സിംലയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. കൊല്ലംകാർക്ക് ഓണം എന്ന് കേട്ടാൽ സിംലയിലാണല്ലോ കൂടുതൽ ഒരു ചായ്വ്. സോ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മുൻകൂട്ടി ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് രാവിലെ ആയതുകൊണ്ട് കടിയുടെ ആവശ്യം എനിക്ക് വന്നില്ല. ചായ ഞാനൊരു കോഫി ഓടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഷോപ്പിൻ്റെ അകത്തേക്ക് ചെന്നതും ശ്രുതിക്ക് ഓറഞ്ച് സാരിലേക്കാണ് ഒരു കണ്ണ് പോയത്. പക്ഷേ ഇതുപോലത്തെ ഒരു ഓറഞ്ച് സാരി നമ്മൾ മുന്നേ ശ്രുതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറെ വെറൈറ്റി കളേഴ്സൊക്കെ നോക്കണമല്ലോ. നമ്മളൊക്കെ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ആണുങ്ങളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ ആയിരിക്കും. അവരൊരു മൂലയ്ക്ക് ഫോൺ നോക്കിയിരിക്കും. കാരണം അവർക്കറിയാം ഇതിപ്പോഴൊന്നും കഴിയാൻ പോകുന്നില്ല. സോ നമ്മളിങ്ങനെ നോക്കി ഡിസൈൻ ഓക്കെ ആവുകയാണെങ്കിൽ കളർ ഓക്കെ ആവില്ല, കളർ ഓക്കെ ആവുകയാണെങ്കിൽ മെറ്റീരിയൽ ഓക്കെ ആവില്ല. അങ്ങനെ തിരഞ്ഞ് ലാസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട, ആർക്കൊക്കെയാണോ വേണ്ട അവർക്കൊക്കെ ഉള്ള സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ബേബീസ്, അതായത് അക്കുനും അപ്പൂനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഒരേപോലത്തെ ഡ്രസ്സ് കണ്ടുപിടിക്കുന്ന കാര്യം കുറച്ച് കഷ്ടമായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇതൊക്കെ യൂട്യൂബിൽ വരുമോ, നീ എന്തെങ്കിലും വിടുമോ എന്നൊക്കെ ആയിട്ടുണ്ട് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം കളക്ഷൻ ഉണ്ടെങ്കിലും ഓരോ സെക്ഷനിലല്ലേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി കയറിയൊക്കെ ഇറങ്ങണം കേട്ടോ. ഇത് ഒരു മെറ്റീരിയലാണ്, ഈ ബ്ലൗസ് മെറ്റീരിയൽ. നമുക്ക് ബ്ലൗസ് എന്നല്ല വേറെ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പം മെറ്റീരിയൽസ് നോക്കുന്ന സമയത്ത് ഈ ഒരു പൂക്കൾ മെറ്റീരിയൽ എൻ്റെ കണ്ണിലൊടുക്കി കേട്ടോ. എൻ്റെ അമ്മമ്മയ്ക്ക് ഈ ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ ഈ കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് പ്ലെയിൻ ആയിരിക്കണം എന്നല്ല, ആൾക്കിങ്ങനെ പൂവും കായും ഇലകളും ഒക്കെ ഉള്ളത്. എപ്പോഴും എന്നോട് ഇങ്ങനെ പറയും എനിക്ക് പൂവും കായും ഉള്ള ബ്ലൗസ് എടുത്ത് തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ചില ആൾക്കാരുണ്ട് കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞാൽ അവർ ഇന്ന കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ അമ്മമ്മയുടെ താല്പര്യമാണ് നോക്കുന്നത്. സോ എൻ്റെ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബ്ലൗസ് മെറ്റീരിയലൊക്കെ നമ്മൾ എടുത്തോട്ടോ. അപ്പോഴും അവിടെ ഒരാൾ ഫോണിലാണ്. കാരണം ബോറടിച്ച് കുറേ ടൈമായി, ഞങ്ങളും ടയേർഡായി കേട്ടോ. നോക്കി ടയേർഡായി. പിന്നെ അമ്മമ്മ ഇപ്പം അധികം അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ, മിക്കതും വീട്ടിലാണ്. അപ്പോൾ ഇതുപോലുള്ള കൈലുമുണ്ടൊക്കെയാണ് എൻ്റെ അമ്മമ്മ യൂസ് ചെയ്യുന്നത്. അപ്പം അതും പൂവും കായും ഉള്ളതും നോക്കിയെടുക്കണം, അതും നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂവും കായും ഉള്ളതൊക്കെ നോക്കിയെടുത്തു. പിന്നെ ഓരോ ഭാഗത്തായിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് മിററൊക്കെ കാണുന്ന മിററിലൊക്കെ ഞാൻ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു. മുടിയും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെറ്റീരിയൽസൊക്കെ ഒരു വിധത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ചേട്ടന് ഷർട്ടിൻ്റെ അധികം ഒന്നും ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേജുകളൊക്കെ കാണാറുണ്ടല്ലേ, ഭയങ്കര ട്രെൻഡായിട്ട് മോഡൽസിനൊക്കെ വെച്ചെടുക്കുമ്പോൾ. അത് മാത്രമല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ. ക്വാളിറ്റി അത്യാവശ്യം അടിപൊളി തന്നെയാണ്. നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. സോ അവർ ഷർട്ട് നോക്കാവുന്ന നേരത്ത് ഞാനിവിടെ നിന്ന് പോസ്റ്റായപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ദാസപ്പിന് സർപ്രൈസായിട്ട് ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സർപ്രൈസ് എന്തായാലും പറഞ്ഞു ഞാൻ ഇന്ന് നൈറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു. ആക്ച്വലി ഞാനിത് ഇന്നലെ പോയതാണ്. സോ ഇന്ന് നൈറ്റിലാണ് കേട്ടോ, ഇന്നലെ നൈറ്റ് പറഞ്ഞു. ഇന്നലെ പർച്ചേസിന് പോയതാണ്. എന്നിട്ട് ഇന്നലെ നൈറ്റ് തന്നെ സർപ്രൈസ് പൊളിച്ചു. എന്നിട്ട് ഇന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഒന്നാം മറ്റേ വെഡ്ഡിങ് സാരീസിൻ്റെ സെക്ഷനാണ്. ഇത് കുറേ കബോർഡ്സൊക്കെ ഒരു ക്ലോസ്ഡ് ആണ്, കുറച്ച് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അത് വളരെ നല്ല കാര്യം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. സോ ഇവിടെ നല്ലൊരു മിററുണ്ട്. മിററിൻ്റെ ഞാൻ വിടില്ലല്ലോ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. സിംലയിൽ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, അവിടെ നമുക്ക് കുറച്ച് കൂടുതൽ സാധനം എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ടോക്കൺ നമ്പർ തരും. ടോക്കൺ നമ്പർ തന്നിട്ട് നമ്മൾ ഓരോ സെക്ഷനിൽ പോയി എടുക്കുന്ന സാധനങ്ങൾ താഴെ അവർ ബാസ്ക്കറ്റിൽ കൊണ്ട് വെക്കുക ചെയ്യുക. അവസാനം ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ആ ബാസ്ക്കറ്റിൽ നിങ്ങളുടെ ഐറ്റംസ് ആണോ നോക്കിക്കൊള്ളണം. കാരണം ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾ പോലും ഓർഡർ ചെയ്യാതെ കുറേ ഐറ്റംസ് ആ ഒരു ബാസ്ക്കറ്റിലുണ്ടായിരുന്നു. സോ ഞങ്ങളതൊക്കെ എടുത്ത് മാറ്റി ഞങ്ങളുടെ സാധനങ്ങൾ മാത്രം കൺഫേം ചെയ്ത് ബില്ല് ചെയ്യുകയാണ് ചെയ്തത്. സോ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ. അപ്പോൾ രാവിലെ പോയി ഞങ്ങൾ ഏകദേശം ഒരു 2:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അത്രയും മണിക്കൂർ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയില്ലായിരുന്നു അതിൻ്റെ അകത്ത്. സോ ആ വിശപ്പ് മാറ്റാനായിട്ട് നല്ലൊരു ബിരിയാണി അങ്ങോട്ട് കഴിച്ചാലെന്ന് പ്ലാൻ ചെയ്ത് ഹോട്ടലിലോട്ട് കയറി കേട്ടോ. എപ്പോഴും ബിരിയാണി കഴിക്കാൻ കയറുമ്പോൾ മനസ്സിലൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ആഗ്രഹമല്ല, മനസ്സിലെപ്പോഴുള്ളൊരു തോന്നുന്നൊരു കാര്യമാണ് ഇച്ചിരി നല്ല ബിരിയാണി കിട്ടണം. നമ്മൾ അത്രയും വിശന്ന് കൊതിച്ചൊക്കെ പോകുമ്പോൾ മോശം ബിരിയാണി കിട്ടുകഴിഞ്ഞാൽ തീർന്നു. എന്നാലും കഴിക്കും. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. സിംലയിൽ തന്നെ ഓപ്പോസിറ്റുള്ള ഏതോ ഒരു ഹോട്ടലായിരുന്നു. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റി ബിരിയാണി കേട്ടോ.
ഇത് കഴിച്ച് തീർന്നപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ആകുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. സോ നമ്മൾ വീണ്ടും വേറൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, നീ വീഡിയോ യൂട്യൂബിൽ ഇടുവോ, ഇന്നെങ്ങാനും ഇടുവോ? അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടിരിക്കും എന്ന വാക്ക് കൊടുത്തിട്ട് പോയി കേട്ടോ. ഇനി സിംലൻ്റെ അടുത്ത് തന്നെ ഒരു പരാഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. അതും ഓർഗാൻസ മെറ്റീരിയൽ. ഇവിടെ ഒരുപാട് നല്ല മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു മെറ്റീരിയൽ തന്നെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അതും പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ചേട്ടൻ നാട്ടിലും കൂടി വീട്ടിലോട്ട് പോയി. ഞാൻ നേരെ ട്രിവാൻഡ്രത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ബസ്സിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സിൽ പോയിട്ട് ഞാൻ നേരെ ലുലുവിൽ പോകുന്നത് വെച്ചു. കാരണം ഞങ്ങൾക്കും ഒരു ഓണം പർച്ചേസിങ് ഉണ്ടായിരുന്നു, എനിക്കും ദാസപ്പനും. സോ അതിന് വേണ്ടിയിട്ട് നീ നേരെ ലുലുവിലോട്ട് വന്നു, ഞാൻ ലുലുവിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ബ്ലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയപ്പോൾ ദാസൊക്കെ സ്വന്തമായിട്ട് തന്നെ തനിയെ പർച്ചേസൊക്കെ ചെയ്ത് ആ പർച്ചേസ് ചെയ്ത് ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നീ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നല്ലേ, ക്ഷീണം ഉണ്ടാകും, നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് ഫ്രൂട്ട് ബേ കയറിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതും ഒരു ഡബിൾ ചോക്ലേറ്റ് ആയിട്ടുള്ള ഫലൂഡ ആയിരുന്നു. ദാസപ്പനൊരു സ്മൂത്തി ഓർഡർ ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് ആ ഐസ്ക്രീം നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പർ ക്വാളിറ്റി. എന്താ പറയുക, നമുക്ക് സാധാ ചില ചോക്ലേറ്റ്സ് ഐസ്ക്രീം സിറപ്പിൽ അങ്ങനെ അല്ല, ഇത് ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്കങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ദാസപ്പൻ്റെ സ്മൂത്തിയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ട്രൈ ചെയ്തു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബനാനയോ ഏതാണ്ടൊക്കെ ഐറ്റംസ് ഉണ്ട്, മാംഗോ ബനാന അങ്ങനെ എന്തോ ഒരു സ്മൂത്തിയാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ പർച്ചേസിൻ്റെ ഒരു വീഡിയോ എടുക്കണം, വ്ളോഗിൽ ഇതിൽ അറ്റാച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ആകെ 15% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് ആ വീഡിയോസിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല ഗെയ്സ്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ.